ബിജെപിയിൽ സ്ഥാനാർത്ഥിത്വത്തിന്റെ ചർച്ചകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. മുൻനിര നേതാക്കൾ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. വട്ടിയൂർക്കാവിലോ തൃശൂരിലോ കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാകുമെന്ന് ഉറപ്പിച്ചു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിക്കും. തൃശൂരിൽ എം ടി രമേശും കോഴിക്കോട് നോർത്തിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസും മത്സരിക്കാനാണ് സാധ്യത. ടി ജി സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഇത്തവണ ബിജെപിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി നേരത്തെ തന്നെ നേതാക്കളെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരിൽ കേന്ദ്രീകരിച്ച് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മറ്റ് നേതാക്കളുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ആദ്യത്തെ സ്ഥാനാർത്ഥി ആദ്യവട്ട പട്ടിക പുറത്തിറക്കുക അത് ബിജെപിയുടെ ലക്ഷ്യമാണ്. ആ തരത്തിലേക്കാണ് അവർ അടുക്കുന്നത്. ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലും അതിൻ്റെ ഒരു ധാരണയിലേക്ക് പൊതുവിൽ ഉയർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ ആരാവണമെന്ന് സംബന്ധിച്ച് പ്രഖ്യാപനത്തിന് വെല്ലുവിളികൾ ഘട്ടങ്ങൾ ഇനിയുമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട മുൻനിര നേതാക്കൾ എല്ലാവരും സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാവുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനും 3 സംസ്ഥാന അധ്യക്ഷന്മാരും സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ കഴക്കൂട്ടത്ത്, ഒപ്പം തന്നെ കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ്, വട്ടിയൂർക്കാവിലേക്ക് കെ സുരേന്ദ്രന്റെ പേരും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു എന്നതാണ് സാഹചര്യം. ശ്രീലേഖയ്ക്കൊപ്പം അവിടെ കെ സുരേന്ദ്രനും സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഒപ്പം തൃശൂർ മണ്ഡലത്തിലും സുരേന്ദ്രന്റെ പേര് സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. അനൂപ് ആന്റണി തിരുവല്ലയിൽ മത്സരിക്കുന്നു. അങ്ങനെ കൊടുങ്ങല്ലൂർ ബി ഗോപാലകൃഷ്ണൻ, അന്നിങ്ങനെ സംസ്ഥാന അടിസ്ഥാനത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനാണ് നീക്കം. എന്തായാലും വേഗത്തിൽ തന്നെ ബിജെപി ഈ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി 11-ാം തീയതി അമിത്ഷായുടെ പങ്കാളിത്തമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമിത്ഷാ തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം കേരളത്തിലേക്കും വരികയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകുക എന്നതാണ് അമിത്ഷായുടെ ലക്ഷ്യം. അദ്ദേഹം നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് കേരളത്തിൽ സമാഹരിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് എത്തിയില്ലെങ്കിൽ കൂടിയും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ശക്തി തെളിയിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട് താനും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാരെയൊക്കെ അമിത്ഷാ നേരിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തെ വിജയം മുൻനിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയായിരിക്കും ബിജെപി ആസൂത്രണം ചെയ്യുക. എന്തായാലും സംസ്ഥാനത്ത് ഇത്തവണ നേമത്ത് നഷ്ടപ്പെട്ട സീറ്റ് തിരികെ പിടിക്കുക മാത്രമല്ല, കൂടുതൽ ഇടങ്ങളിലേക്ക് വിജയിച്ച് കയറണം. എന്നാൽ മാത്രമേ ഇതുവരെ മുന്നോട്ട് വെച്ച അവകാശവാദങ്ങൾക്കൊപ്പം എത്താൻ കഴിയൂ എന്ന തിരിച്ചറിവ് കൂടി ബിജെപിക്കുണ്ട്. അതുകൊണ്ട് ആ തന്ത്രങ്ങൾ തന്നെയാണ് ആസൂത്രണം ചെയ്യുന്നത്. ഈ ആഴ്ചയോ അവസാനമോ ആയി പുതിയ ആദ്യവട്ട സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ പുറത്തിറങ്ങാനും സാധ്യതയുണ്ട്.